സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ കൂടെ നിർമ്മിച്ച ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നേരത്തെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. ഇവിടെയുള്ള പാർട്ടി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായാണ് ഇനി അങ്ങോട്ട് ഈ കെട്ടിടം മാറാൻ പോകുന്നു. ഒരു ലോക്കൽ കമ്മിറ്റിക്ക് പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട സൗകര്യങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്നതിനായിട്ട് അത്തരമൊരു കെട്ടിടം സ്വന്തമായി നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരെയും അതുമായി സഹകരിച്ച എല്ലാവരെയും ആത്മമായി അഭിനന്ദിക്കുന്നു. CPIM നമ്മുടെ രാജ്യത്ത് വളരെ പ്രത്യേകതയാർന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പാർട്ടി വലിയ തോതിലുള്ള ആക്രമണത്തിലാണ് ഈ കഴിഞ്ഞ നാളുകളിൽ രാജ്യവ്യാപകമായി ഇരയായിരുന്നു. പ്രചാരണപ്രകാരം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് പാർട്ടിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി നമുക്ക് അനുഭവത്തിലുള്ളത്. ഇവിടങ്ങളിൽ CPIMനെ ഈ രീതിയിൽ ആക്രമിക്കുന്നതിൽ നല്ലതുപോലെ ആവേശം പോലാണ് നമ്മുടെ രാജ്യത്തിലെ ഭരണവർഗം നിൽക്കുന്നത്. 34 വർഷം അധികാരത്തിലുണ്ടായിരുന്ന പ്രചാര ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ ഇറക്കാനായി CPIMന് സാധാരണ നിലയിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം പോലും അനുവദിക്കുന്നില്ല. നിരവധി പ്രവർത്തകരെയും സഖാക്കളെയും നാട്ടുകാരെയും CPIMകാരാണ് എന്നതിൻ്റെ നേരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വഴിക്ക് പടിഞ്ഞാറൻ ബംഗാൾ വലിയ തോതിൽ മുന്നോട്ട് പോകും. കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർച്ച ഉണ്ടായില്ല. UDF അധികാരത്തിൽ വന്നപ്പോൾ വ്യാപകമായ ആക്രമണം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ പടിഞ്ഞാറൻ ബംഗാളും കേരളവും CPIMന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന നിലക്ക് അവിടങ്ങളിൽ ഞങ്ങൾക്ക് കടന്നു കയറാനും CPIMനെ നല്ല തോതിൽ ആക്രമിക്കാനും കഴിയുന്നു എന്ന തോന്നലാണ് രാജ്യത്തിലെ ഭൂഷ്വാസിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ പിന്തിരിപ്പൻ ശക്തികൾ വലിയ ആഹ്ലാദത്തിലാണ്. അവരുടെ ആഹ്ലാദം ഒന്നുകൂടി ഇരട്ടിപ്പിക്കാൻ CPIMന്റെ മറ്റൊരു ശക്തി കേന്ദ്രമായ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ CPIMനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടിയ CPIMനെ പരാജയപ്പെടുത്തൽ എളുപ്പമല്ല എന്നറിയാവുന്നവർ
ആദ്യം ആലോചിച്ചത് തെരഞ്ഞെടുപ്പ് തന്നെ ഒഴിവാക്കാൻ. അങ്ങനെ പിൻവാതിലൂടെ കോൺഗ്രസിന്റെ മേധാവിത്വം സ്ഥാപിക്കാനാകുമോ എന്നൊരു ശ്രമം നടന്നു. ത്രിപുരയിലും രാജ്യത്താകെയും ഉയർന്നു വന്ന അഭിപ്രായം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് അങ്ങനെ ചിന്തിച്ചവരെയെല്ലാം പിന്തിരിപ്പിക്കുന്നതിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്തരം ആളുകളുടെ മോഹം പൂവണിഞ്ഞില്ല. അവിടെ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാളും കൂടുതൽ സീറ്റും വോട്ടും നേടി അഭിമാനകരമായ വിജയത്തിലെത്തി. ത്രിപുര ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ആ കൊച്ചു സംസ്ഥാനത്തിൻ്റെ വിജയം ഇടതുപക്ഷത്തിനാകെ നല്ല കരുത്താണ് തോന്നുന്നത്. പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ സശ്രദ്ധ വീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ കേന്ദ്രങ്ങളിലാകെ വലിയ ആവേശം ഉയർത്തി എന്ന് കാണാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ 19-നാണ് ഡൽഹിയിലെ CPIM നടത്തിയ ജാഥകൾ സമാപിച്ചത്. നമുക്കറിയാം, പാലക്കാടടക്കം സഞ്ചരിച്ച ഒരു ജാഥ കന്യാകുമാരിയിൽ വെച്ച് SRPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ. അതുപോലെ രണ്ടാമതൊരു ജാഥ കൽക്കത്തയിൽ വെച്ച് പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. മൂന്നാമത്തത് അമൃത്സറിൽ വെച്ച് രുദ്ര കാരാട്ടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ബോംബെയിൽ വെച്ച് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 4ാമത്തെ ജാഥ. ഈ 4 ജാഥകളുടെയും സമാപനമാണ് ഈ മാർച്ച് 19 ഡൽഹിയിൽ നടന്നത്. ആ സമാപന റാലി സമീപകാല ചരിത്രത്തിലെ CPIM സംഘടിപ്പിച്ച ഏറ്റവും വലിയ റാലിയാണ്. സാധാരണ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടക്കുന്ന റാലിയാണ് ഏറ്റവും കൂടുതൽ കരുത്ത് നേടാൻ. എന്നാൽ ഡൽഹിയിൽ കണ്ടത് അവിടെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടന്ന റാലിയേക്കാളും വലിയ റാലിയാണ്, വൻ ജനപങ്കാളിത്തമാണ് ഈ ജാഥാ സമാപനത്തിന്റെ ഭാഗമായി ഉണ്ടായി. കേരളത്തിൽ നിന്നൊക്കെ നാമമാത്രമായ പ്രാതിനിധ്യമുണ്ടാകുന്നതിന് പോയവർ മാത്രമേ. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഉള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആ റാലിയിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തിച്ചു. അത് എല്ലാവരും നല്ലതുപോലെ